പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51:6 കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്ക് നോക്കുവിൻ. ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും, ഭൂമി വസ്ത്രം പോലെ പഴുകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണ്, എന്താണ്, ഇവിടെ വളരെ ശക്തമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്ക് നോക്കുവിൻ. ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും, ഭൂമി വസ്ത്രം പോലെ പഴുകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. അതിലെ നിവാസികൾ നമ്മൾ ഓരോരുത്തരും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ ഓടുകയാണ്. ഈ ലോകത്തിൻ്റെ ഒന്നാം സ്ഥാനക്കാരാവാനായിട്ട് ആരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ഓടുകയാണ്. എന്തിൻ്റെ പിന്നാലെ ഓടുന്നു? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പെടുക്കുന്നു, ഉപവസിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. വെല്ലുവിളികൾ പലരോടും, അഹംഭാവം, വിദ്വേഷം, വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്, നീ കൊതുക് പോലെ ചത്തുപോകും. എന്നാൽ അടുത്ത വചനം ഈശോ നമുക്ക് വലിയ വാഗ്ദാനമാണ് തരുന്നത്. വചനം പറയാണ്, ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്? ആരോടാണ് ഈ വെല്ലുവിളി? ആരൊക്കെയാണ് നമ്മൾ അകറ്റി നിർത്തുന്നത്? നമ്മുടെ കുടുംബത്തിലുള്ളവരെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ സഹോദരങ്ങളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, അവരെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയാണ്, എന്നാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, കുമ്പസാരം എന്ന കൂദാശയിലേക്ക് നമ്മുടെ ജീവിതം അങ്ങോട്ട് ചേർത്ത് പിടിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപികളെ രക്ഷിക്കുകയും വിശുദ്ധരെ സൃഷ്ടിക്കുന്നൊരു കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. കർത്താവിൻ്റെ തിരുവചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വീണ്ടും ഒരു കാര്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59:2 യെശയ്യാ 59:2 മുതൽ 3 കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. 3 കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും പറയും, എത്രമാത്രം ഞാൻ ഉപവസിക്കുന്നു, എത്രമാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്രമാത്രം ഞാൻ ത്യാഗമെടുക്കുന്നു, പ്രായശ്ചിത്തം ചെയ്യുന്നു, പരിഹാരം ചെയ്യുന്നു, ജപമാല ചെയ്യുന്നു, പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, എന്നിട്ടെന്തേ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കാത്തത്? എന്നിട്ടെന്തേ അതിന് ഉത്തരം തരാത്തത്? ഇവിടെ നമ്മളെ 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് യെശയ്യാ 59:2. നീ പാപം ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർക്കുക, നീ പ്രാർത്ഥിക്കാത്തതിൻ്റെ കുഴപ്പമല്ല, നീ ഉപവാസമെടുക്കാത്തതിൻ്റെ കുഴപ്പമല്ല, ത്യാഗമെടുക്കാത്തതിൻ്റെ കുഴപ്പമല്ല, പരിഹാരം ചെയ്യാത്തതിൻ്റെ കുഴപ്പമല്ല, ഉപവാസം അല്ലെങ്കിൽ പരിശുദ്ധ ബലി അർപ്പിക്കാത്തതിൻ്റെ കുഴപ്പമല്ല. നിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവവചനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്താൻ പോവുകയാണ്, നീ പാപത്തെ ഉപേക്ഷിക്കാത്തത് കൊണ്ട്, ദൈവകൽപ്പനകൾ നീ അനുസരിക്കാത്തത് കൊണ്ട്. ദൈവകൽപ്പനകൾ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകുവാനാണ്. അതിനുള്ള ചവിട്ടുപടിയാണ് 1 മുതൽ 10 വരെയുള്ള ദൈവകൽപ്പനകൾ.
പക്ഷെ നമ്മൾ ഭയപ്പെടുക അത് കാണുമ്പോൾ. അതൊന്നും നമുക്കുള്ളതല്ല. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവലയത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എല്ലാ വഴികളും, എല്ലാ ബന്ധങ്ങളും, എല്ലാ പ്രവൃത്തികളും പാപമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാപത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവലയത്തിൽ നിന്ന് നമ്മൾ അകറ്റുന്ന എല്ലാ പ്രവൃത്തികളും, എല്ലാ വഴികളും, എല്ലാ ബന്ധങ്ങളും പാപമാണ്. യെശയ്യാ 59:2 അവിടെ 3 കാര്യങ്ങൾ പറയണത് അതാ. നീ പാപം ചെയ്യുമ്പോൾ നിന്നിൽ നിന്ന് മുഖം തിരിക്കുന്നു, നീ പാപം ചെയ്യുമ്പോൾ നിന്നിൽ നിന്ന് അകലുന്നു, നീ പാപം ചെയ്യുമ്പോൾ നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല. 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇതാ പറയണത് പ്രിയപ്പെട്ടവരെ, പാപത്തെ ഉപേക്ഷിക്കാത്തത് കൊണ്ടാ. ഏറ്റുപറയുന്നവനെ ഏറ്റെടുക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹ. നട്ടുച്ച നേരത്ത് കിണറ്റങ്കരിയിൽ സമരയക്കാരിയെ കാത്തിരിക്കുന്ന ഒരു സ്നേഹമുണ്ട് പ്രിയപ്പെട്ടവരെ. അതാ ദൈവത്തിൻ്റെ കരുണ. നമ്മളെ കാത്തിരിക്കുന്നു. ഈശോ കാത്തിരിക്കുന്ന സ്ഥല കുമ്പസാരം എന്ന കൂദാശ, കുമ്പസാര കൂട്ടിൽ. പിശാചിനെ നീ കുർബാനയ്ക്ക് പോകുന്നത് കൊണ്ടോ, നമ്മൾ മലയാറ്റൂർക്ക് പോകുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഇറച്ചി മീനും പാലും മുട്ടി ഉപേക്ഷിക്കുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല പിശാചിനെ. അവനറിയാം നോമ്പ് കഴിഞ്ഞാൽ നീ എന്നിലേക്ക് തിരിച്ചു വരും, നിന്റെ പ്രവൃത്തികളൊക്കെ പഴയ പോലെ നടക്കുമെന്നറിയാം. നീ പൊക്കോ, എവിടേക്ക് വേണമെങ്കിലും പൊക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ അവൻ പേടിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവൻ ഭയപ്പെടുന്നൊരു സ്ഥലമുണ്ട്. അത് നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിലേക്ക് കടക്കുമ്പോൾ അവനൊന്ന് വിറയ്ക്കും, അവനൊന്ന് ഭയപ്പെടും. കാരണം ആ ആത്മാവ് അവനിൽ നിന്ന് മാറിപ്പോകുക. അത് രക്ഷയിലേക്ക് കടക്കാം. ധൂർത്തപുത്രനെ കാത്തിരുന്നൊരു സ്നേഹമല്ലേ പിതാവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിലേക്ക് നീ വരേണ്ടത്, നമ്മളെല്ലാം വരേണ്ടത്. അതുകൊണ്ട് പറഞ്ഞു, നിന്റെ വസ്ത്രമല്ല കീറേണ്ടത്, നിന്റെ ഹൃദയമാണ്. നിന്റെ വസ്ത്രമല്ല. അതാണ് ഞാൻ വീണ്ടും അരുൾ ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും. നോമ്പൊക്കെ എടുത്തു, നമ്മൾ വലിയ ത്യാഗമൊക്കെ എടുത്തു, പരിഹാരമൊക്കെ ചെയ്തു, എല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ടെന്തേ അവനെ ഒന്ന് അംഗീകരിക്കാൻ പറ്റാത്തത്, ഒന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്, ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റാത്തത്, എന്താ ക്ഷമിക്കാൻ പറ്റാത്തത്? കഴിഞ്ഞൊരു ധ്യാനത്തിന് ഒരു സഹോദരി വന്ന അപ്പം തന്നെ പറഞ്ഞു, ക്യാൻസറാണ് ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചോളോട്ടോ എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞു, നന്നായിട്ടൊന്ന് കുമ്പസാരിച്ചോളോട്ടോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ കുമ്പസാരത്തിൻ്റെ ദിവസമായി. അന്നത്തെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാത്രിയിൽ എല്ലാ ഡെലിവറൻസ് ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് കുറച്ച് ആൾക്കാർക്ക് സാക്ഷ്യം പറയാനൊരു അവസരം കൊടുക്കും. അപ്പം അന്നത്തേക്കെല്ലാം ആ കുമ്പസാരം കഴിഞ്ഞ ശുശ്രൂഷയിലെല്ലാം വളരെ ശക്തമായിട്ട് മെസ്സേജിൽ ഇങ്ങനെ ക്യാൻസർ രോഗം സുഖപ്പെടുന്നു എന്നൊക്കെ വന്നു, അതെല്ലാം പറഞ്ഞു. പിറ്റേ ദിവസം ആ ഡെലിവറൻസ് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ സാക്ഷ്യം പറയുന്ന സമയത്ത്, രാത്രിയിൽ സാക്ഷ്യം പറയുന്ന സമയത്ത് ഈ സഹോദരി വന്നിട്ട് പറയാണ്, 37 വർഷമായി കുമ്പസാരമൊക്കെ നടക്കുന്നുണ്ട്, നോമ്പൊക്കെ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നു, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. 37 വർഷമായിട്ടൊരു വ്യക്തിയോട് ക്ഷമിക്കുവാൻ സാധിച്ചിരുന്നില്ല. അത് ഇപ്പോൾ ക്ഷമിക്കാൻ പറ്റി. കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ക്ഷമിക്കാൻ പറ്റി. കണ്ണീരോട് അനുതാപത്തോടെ അവിടെ വീണു കണ്ണുനീര്. അതാണ് വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നത്, നീ എത്ര വലിയ പാപിയാണോ അത്രമേൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നീ അർഹനാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ പറയാണ്, നിന്റെ പാപം പർവ്വത തുല്യമാണെങ്കിലും കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ അത് മണൽത്തരി പോലെയാണ്. നിന്റെ പാപം പർവ്വത തുല്യമാണെങ്കിലും കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ അത് മണൽത്തരി പോലെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ല എന്നുള്ള തോന്നുന്നു, നമുക്കറിയാം ഈ ബന്ധങ്ങളും ഈ പ്രവൃത്തികളും വാക്കുകളും ഒന്നും ദൈവത്തിന് ഇഷ്ടമല്ല, അത് തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റും. പക്ഷെ അതിന് നമ്മൾ നിസ്സാരവൽക്കരിക്കും.
ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പാപത്തെ സാരില്ലാന്നേ, പോട്ടാന്നേ, എല്ലാവരും ചെയ്യുന്നതല്ലേ, വല്ലപ്പോഴല്ലുള്ളോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനിങ്ങനെ തട്ടിമാറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 37 വർഷമായിട്ട് കുമ്പസാരിക്കുന്ന സഹോദരിയെ ഈ പാപം ഏറ്റുപറയാന്ന് ഉള്ളിൽ വെച്ചിരിക്കുമ്പോൾ 37 വർഷമായിട്ട് കുമ്പസാരിക്കുന്ന കുമ്പസാരത്തിന് എന്താ പേര് പറയാ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശുമിശിഹ നമ്മളോട് പറയുന്നുണ്ട്, നീ ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും നീ എന്നിലേക്ക് പരിപൂർണമായി പൂർണ്ണ ഹൃദയത്തോടെ തിരിച്ചു വരിക. നിന്റെ വസ്ത്രമല്ല കീറേണ്ടത്, നിന്റെ ഹൃദയമാണ്. അതാണ് വിലാപം 3:40. ദൈവത്തിൻ്റെ വചനം പറയാണ്, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം. നമുക്ക് നമ്മുടെ വഴികൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, കർത്താവ് യേശുമിശിഹ പറയുന്നൊരു കാര്യം, നീ തിരിച്ചു വരിക, യു-ടേൺ അടിക്കുക. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിച്ച് കർത്താവിലേക്ക് നീ തിരിച്ചു വരണം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കഴിഞ്ഞു. ഈസ്റ്ററിൻ്റെ രാത്രിയിൽ പാതിര കുർബാനയ്ക്ക് ശേഷം എന്ത്? അതുവരെയല്ല നിൻ്റെ ജീവിതം പോകേണ്ടത്. അതിൻ്റെ അപ്പുറത്തേക്കൊരു ലൈഫിലേക്ക്, ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക്, ആഴമായ ബന്ധത്തിലേക്ക് കടന്നു വരാൻ ഒന്നുള്ളതാണ് ഈ നോമ്പ് കാലഘട്ടം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിശോധിക്കുന്ന സമയം. ഈ നോമ്പിൻ്റെ തുടക്കത്തിൽ നമ്മുടെ നെറ്റിയിലൊരു കുറി തൊടും, നെറ്റിയിൽ. ആ സമയത്തൊക്കെ നമ്മൾ വാട്സപ്പിലും അതുപോലെ തന്നെ സ്റ്റാറ്റസിലും എല്ലാവരും സ്റ്റാറ്റസിലൊക്കെ കാണാം. ഉൽപ്പത്തി 3:19 പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10:41 മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ, നീ പൊടിയാണ്, നീ പൊടിയിലേക്ക് പോകുന്നു. ഈ നെറ്റിയിൽ ഇത് വരയ്ക്കുമ്പോൾ പള്ളിയിലെ പാട്ടുപാടെന്താ? മനുഷ്യ നീ മണ്ണാകുന്നു എന്ന്, മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന്. അത് കഴിഞ്ഞാൽ ആരോർക്കുന്നു? പിന്നെ ആരോർക്കുന്നു? പിന്നെ ഓടുകയാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഈ ലോകത്തിലേക്ക്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ തിരിച്ചു വരുക. നിൻ്റെ തിരിച്ചുവരവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, പല വ്യക്തികൾക്ക് നോക്കുമ്പോൾ മറ്റുള്ളവരെ അംഗീകരിക്കാൻ, അതായത് ക്ഷമിക്കാൻ പറ്റില്ല. ഈ ക്ഷമയിൽ നിന്ന് വെറുപ്പ് വരും, ഈ വെറുപ്പിൽ നിന്ന് കോപം വരും. പല വ്യക്തികളായിട്ടും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും കൗൺസിലിങ്ങിൽ ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഭയങ്കര കോപമായിരിക്കും. അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവരുടെ മുഖം തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. ഇതെവിടെ നിന്ന് വരുന്നു? ഒരു വ്യക്തിയോടുള്ള വെറുപ്പ്. ആ വെറുപ്പ് എവിടെ നിന്ന് വരുന്നു? ആ വ്യക്തി അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓർക്കാം ഒരു സംഭവം, വളരെ അന്യം കൂടി അത് ചിലതൊക്കെ പഠിപ്പിച്ച ഒരു സംഭവമാണ്. അതായത് ഒരു വ്യക്തിയും സമൂഹത്തിൽ ഉന്നതമായ ഇതിലുള്ള ഒരു വ്യക്തിയും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. അദ്ദേഹം പുറത്താണ്, അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഇവർ ഒരുമിച്ചുള്ള യാത്ര, ഒരുമിച്ചുള്ള ഭക്ഷണം വീട്ടിൽ. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കും, ഈശോ ഈ വ്യക്തിയെ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ വ്യക്തിയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒന്ന് വരാനായിട്ട് എന്താ സാഹചര്യമൊക്കെ. ഭയങ്കര ഭയങ്കര സ്നേഹമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളുകൾ കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, പിന്നെ കുറച്ച് നാളുകളായിട്ട് ഇവർ തമ്മിലൊരു ബന്ധം കാണുന്നില്ല. അപ്പം ഇദ്ദേഹത്തെ ഞാൻ വിളിക്കുമ്പോൾ, അയ്യോ ഇല്ല, അദ്ദേഹം വന്നിട്ടുണ്ട്, അങ്ങനെ യാത്ര ചെയ്യണം, അതാണ്, അയ്യോ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെ കുറേ സംസാരിക്കുക. അല്ലെങ്കിൽ അദ്ദേഹം പോയി കഴിയുമ്പോൾ എന്നെ വിളിച്ച് പറയും, ഇനിയായിരുന്നു, അങ്ങനെയായിരുന്നു, ഒരു സന്തോഷം, ദൈവാനുഗ്രഹമായി മാറി എന്നൊക്കെ പറയും. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കുറച്ച് നാളുകൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ബന്ധമോ അതിനെക്കുറിച്ച് പറയുമോ ഒന്നും തന്നെയില്ല ഈ വ്യക്തി, എൻ്റെ സുഹൃത്ത്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഒരു സംസാരമില്ലല്ലോ, നിങ്ങൾ ഒരുമിച്ച് കാണാനുമില്ല, എന്ത് പറ്റി? അദ്ദേഹം അവിടെ നിന്ന് മാറി വരാൻ പറ്റാത്ത സ്ഥലത്താണോ? അല്ല സഹോദര, അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഇനി നമ്മൾ തമ്മിലൊരു ബന്ധവുമില്ല, നിങ്ങൾ എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അവൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചില്ലേ?
അതിന് സമയം തന്നില്ല. അദ്ദേഹം ചോദിച്ചില്ലേ, ഇല്ല, നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല എന്നൊരു വാക്ക് പറഞ്ഞു. എന്താണ് ചോദിക്കും, ഫോൺ കട്ട് ചെയ്തു. എന്താണെന്ന് എനിക്കറിയില്ല, എന്നെക്കുറിച്ച് എന്താണ് കേട്ടത്, എന്താണ് മനസ്സിലാക്കിയത്, അറിഞ്ഞതെന്നുള്ള അറിയില്ല. ഇത്ര നാൾ എൻ്റെ കൂടെ നടന്നിട്ട് അദ്ദേഹത്തിന് എന്നെ മനസ്സിലായില്ലല്ലോ, എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ചോടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ട സഹോദര? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വേറെ ഒന്നുമില്ല എൻ്റെ സഹോദര, അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക. അപ്പോൾ ഇദ്ദേഹം സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാണ് സഹോദരൻ ഞാൻ മാപ്പ് ചോദിക്കേണ്ടത്? അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിക്ക് നമ്മുടെ മേൽ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തോ ഒരു പ്രശ്നത്തിൽ നമുക്കറിയത്തില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മളോടൊരു ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ ക്ഷമ ചോദിക്കുക. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, ക്രിസ്തു നമ്മളങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ ക്രിസ്തു നമ്മളങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ തെറ്റ് ചെയ്തതിനും അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിച്ചതിനും അല്ലെങ്കിൽ ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് ആ വ്യക്തിയോട് സോറി, മാപ്പ്, ക്ഷമ എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ ചെയ്യാത്ത കാര്യത്തിന്, അറിയാത്ത കാര്യത്തിന് നമ്മളോടിങ്ങനെ വളരെ രൂക്ഷമായ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്ത വ്യക്തിയോട് എങ്ങനെ നമുക്ക് അതാണ് ദൈവികത. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാൻ അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു. 1 പത്രോസ് 2:20 കർത്താവിൻ്റെ വചനം പറയാണ്, തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. കർത്താവിൻ്റെ വചനം പറയാം. അതാണ്, നമ്മൾ തെറ്റ് ചെയ്തിട്ട് അത് ക്ഷമ ചോദിച്ചാൽ അതിന് ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ത് മഹത്വമാണുള്ളത്. എന്നിട്ട് അതിൻ്റെ മുമ്പിലത്തെ ഒരു വചനം പറഞ്ഞു, 1 പത്രോസ് 2:19 അന്യായമായി നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവീക ചിന്തയോടെ ആ വേദനകൾ ക്ഷമാപൂർവ്വം ക്ഷമിച്ചാൽ അത് നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. അങ്ങനെയാണ് പറഞ്ഞത്. അന്യായമായി നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് എളുപ്പമാണോ? ഞാൻ അറിയാത്ത, ഞാൻ മനസ്സിലാക്കാത്ത, ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഞാൻ വേദനിക്കുമ്പോൾ, എൻ്റെ ജോലി നഷ്ടപ്പെടുമ്പോൾ, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ബന്ധങ്ങൾ തകർന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഉന്നതമായ സ്ഥാനമായിരുന്നു, ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്നെ അതും ഇതും പറഞ്ഞ്, ഞാൻ പറയാത്ത കാര്യത്തിന് ഞാൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് ആ സ്ഥാനം എന്നിൽ നഷ്ടപ്പെടുമ്പോൾ, ആ നഷ്ടപ്പെടുത്ത വ്യക്തിയെ എൻ്റെ സംഘടനയിൽ നിന്ന്, എൻ്റെ ഇടവകയിൽ എൻ്റെ എൻ്റെ കുടുംബത്തിൽ ഞാൻ മോശക്കാരനായി മാറുമ്പോൾ, ചെയ്യാത്ത കാര്യത്തിന്, അറിയാത്ത കാര്യത്തിന് പോകുമ്പോൾ, അവരോട് ക്ഷമ ചോദിക്കുമ്പോൾ, അതാണ് അന്യായമായി ഞാൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവീക ചിന്തയോടെ വേദനകൾ നീ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാണ്. ദൈവീക ചിന്തയോടെ നമുക്ക് പറ്റത്തില്ല. അതാ നമ്മുടെ കർത്താവ് യേശു നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം. അതാ ഈ പെസക കടന്നുപോയ കാര്യം. ഈ പെസക നമ്മളെ പഠിപ്പിച്ച കാര്യം അതാ. അവൻ എന്തു ചെയ്തു? തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെയും തന്നെ തള്ളിപ്പറയുന്നവൻ്റെയും മുമ്പിൽ മുട്ടുകുത്തി, അരയിൽ കെട്ടി താളത്തിൽ വെള്ളമെടുത്ത് ആ ഒറ്റിക്കൊടുക്കുന്നവൻ്റെയും തള്ളിപ്പറയുന്നവന് മുമ്പിൽ മുട്ടുകുത്തി ആ കാലുകൾ കഴുകി മുത്തി. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം. മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ എന്തു പറയും? ഹേയ്, ഇവൻ ഒറ്റ കൊടുക്കുന്നവനാ, ഇവനെ പുറത്താക്ക്. ഇവൻ തള്ളിപ്പറയുന്നവനാ, ഇവനെ മാറ്റി നിർത്തിക്കോ. ഇവൻ്റെ കാല് കഴുകാൻ നമുക്ക് പറ്റത്തില്ല, ഇവൻ്റെ കാല് കഴുകി മുത്താൻ പറ്റത്തില്ല. അവനെ ദ്രോഹിക്കുന്നവനാ,
അവൻ്റെ മനസ്സ് നല്ലതല്ല, അവൻ്റെ സ്വഭാവം നല്ലതല്ല. എസ്തഫാനോസ് അപ്പോസ്തലർ 7-ാം അധ്യായത്തിൽ ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നമ്മളെ പഠിപ്പിച്ചെന്താ? കല്ലെറിഞ്ഞവനെ കണ്ടില്ല, അവനെ വേദനിപ്പിക്കുന്നവനെ കണ്ടില്ല, അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നവനെ കണ്ടില്ല, അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞവനെ കണ്ടില്ല. തല പൊട്ടി രക്തമൊലിക്കുന്നു, ദേഹമാകെ വേദനിക്കുന്നു, പക്ഷേ അവരെ ആരെയും കണ്ടില്ല. അവൻ സ്വർഗത്തിലേക്കാണ് നോക്കിയത്. അവൻ പിതാവിനെ കണ്ടു, പുത്രനെ കണ്ടു, പരിശുദ്ധാത്മാവിനെ കണ്ടു. അവൻ എന്നിട്ട് പ്രാർത്ഥിച്ചു. നമുക്ക് പറ്റുമോ അങ്ങനെ? ഈ കുറ്റം ഇവരുടെ മേൽ ചുമത്തരുതേ എന്നാണ് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതാണ് സ്പിരിച്വാലിറ്റി, ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു പരിപാടി. സഹോദര എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. നമ്മൾക്ക് മാതൃകകളുണ്ടെന്നേ നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് പറയാൻ പറ്റും. മാർക്കോസിന്റെ സുവിശേഷം 11:24 വചനം പറയുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും എന്ന് വിശ്വസിക്കുക, നിനക്ക് ലഭിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ അത് ലഭിക്കുക തന്നെ ചെയ്യും. നീ പ്രാർത്ഥിക്കുകയും നീ വിശ്വസിക്കുകയും ആ വിശ്വസിക്കുന്നത് ലഭിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവർ അത് ലഭിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം. എത്ര നല്ല വചന! പക്ഷെ അത് ലഭിക്കണമെങ്കിൽ മാർക്കോസിൻ്റെ സുവിശേഷം 11:25 അതിൻ്റെ തൊട്ട് താഴെയുള്ള വചനം നമുക്ക് അത് സ്വന്തമാക്കാൻ പറ്റണം. വചനം ഇങ്ങനെയാണ് പറയണത്, നിനക്കാരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ അത് ക്ഷമിച്ചാലാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം ഈ പറയുന്നത് നിനക്ക് ലഭിക്കുക. ഈ പറയുന്നത് നിനക്ക് ലഭിക്കണമെങ്കിൽ നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ക്ഷമിച്ചു കഴിഞ്ഞാലാണ് ഇത് സംഭവിക്കുക. നല്ല വചനങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ. പക്ഷെ ക്രിസ്തു തന്ന മാതൃക അതല്ല പ്രിയപ്പെട്ടവരെ. കാരണം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ പച്ചയായ മനുഷ്യരാ. ഞാനും നിങ്ങളും പച്ചയായ മനുഷ്യരാ. ഈ ലോകത്തിൽ ജീവിക്കുന്നു, നമ്മൾ കുടുംബത്തിൽ ജീവിക്കുന്നു, പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു, പലരുമായി ബന്ധപ്പെടുന്നു, ഒക്കെയുണ്ട്. ബിസിനസ്സുകാരുണ്ട്, ഷോപ്പ് നടത്തുന്നവരുണ്ട്, ജോലിക്കാരുണ്ട്, പല സംഘടനയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോഴൊക്കെ ആലോചിക്കുക, നമുക്ക് തെറ്റ് പറ്റാം. അതുകൊണ്ട് പൗലോസ്ലീഹ പറയണത്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് എന്നിലൂടെ കടന്നു വരുന്നത്. പച്ചയായ മനുഷ്യരാണെന്ന് ഓർക്കുക. യു-ടേൺ, കർത്താവിലേക്ക് നീ തിരിച്ചു വരിക എൻ്റെ പ്രിയപ്പെട്ടവരെ. കർത്താവിലേക്ക് തിരിച്ചു വരിക. ഇതാണ് നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരണം. ഇതാണ് ഈശോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏറ്റുപറയുന്നവനെ കർത്താവ് ഏറ്റെടുക്കും. നമുക്ക് നമ്മുടെ വഴികൾ പരിശോധിക്കാം, നമുക്ക് തിരിച്ചു വരാം കർത്താവിലേക്ക്. നമ്മളെ കാത്തിരിക്കുന്ന ഈശോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.